ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ള ജോബ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ. പിന്നെ ഇമേജ് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമേജിനെ നമ്മൾ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഇതിന് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ കാരണം ഇത് ഡാറ്റ എൻട്രി പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഡാറ്റ എൻട്രി എന്നുള്ള വേർഡല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാൻ കാരണം അത് വെച്ച് നമ്മൾ ജോബ്സ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. കാരണം എല്ലാ ഫ്രീലാൻസറും ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്തോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ജോബ്സ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഒരു ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ ചെയ്തൊരു വർക്ക് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ചെയ്ത ഒരു വർക്ക് ഒരു യോഗ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു ജോബാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലയൻറ്റ് ആ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇമേജസും ഉണ്ട്, ഓഡിയോയും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും ഇമേജസ് ആയിരുന്നു, ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ ആയിരുന്നു. ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഇത് പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ അതിലൊരു അറ്റാച്ച്മെൻ്റ് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജ് ഇങ്ങനെയായിരുന്നു ആ ഇമേജ്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്തു ഈ ഇമേജിനെ. എന്നിട്ട് ആ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തത്, ഈ ജോബിന് അപ്ലൈ ചെയ്തത്. ഞാൻ ആ ജോബ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ആ ജോബ്, യോഗ ട്രാൻസ്ക്രിപ്ഷൻ. ഇതൊരു അവർലി ബേസ്ഡ് ജോബായിരുന്നു. ഇതൊരു US ബേസ്ഡ് ആണ് ഇതിൻ്റെ ക്ലയൻറ്റ്. ഇതിൽ അവർലി ബേസ്ഡ് ജോബ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ പെർ അവർ $8 ഇപ്പോൾ ഉള്ളത്. ശരിക്കും പെർ അവർ ഒരു $5 ആയിരുന്നു ആദ്യം. അപ്പോൾ അത് $8 ആയിട്ട് കൂട്ടി. വർക്കിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് അതൊരു $8 ആക്കിയിട്ട് കൂട്ടി. അപ്പോൾ ഞാനൊരു ടോട്ടൽ ഒരു 233 hours ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു ഓൺഗോയിങ് വർക്കാണ്, ഇപ്പോഴും ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വർക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു യോഗ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ ക്ലാസ്സിൻ്റെ, അതായത് ഒരു യോഗ ഇൻസ്ട്രക്ടർ, അയാളുടെ ഇതിൻ്റെ ക്ലയൻറ്റ് ഒരു യോഗ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ അയാളുടെ സ്റ്റുഡൻസിന് ലെക്ചർ ക്ലാസ്, അതായത് യോഗേനെ ബേസ് ചെയ്തിട്ട് എടുത്തു കൊടുക്കുന്ന ക്ലാസ്സിൽ അയാൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങളാണ് ഞാൻ ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾ എന്താ ചെയ്തത് വെച്ചാൽ, അയാൾ ബോർഡിൻ്റെ ഇമേജസ് എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. അപ്പോൾ ആ ഇമേജിനെ നമ്മൾ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെന്തിനാണ് കൺവേർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് അയാൾക്ക് പിന്നീട് അതേ ക്ലാസ് എടുക്കുമ്പോൾ, സെയിം ക്ലാസ് അയാൾ പിന്നീട് എടുക്കുമ്പോൾ അയാൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ ടെക്സ്റ്റ് ആക്കിയിട്ട് അയാൾക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അയാൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇമേജ് ഉണ്ടാവുക. ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതിനെ സൂം ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കഴിയുന്നതും മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചില വേർഡ്സൊക്കെ നമുക്ക് ഗെസ് ചെയ്യാൻ പറ്റും, നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായിരുന്നു വർക്ക്. ഞാനും ഇതിൻ്റെ താഴെ ഇതിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേപോലെ ഒരു 300-400 ഇമേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇമേജസിനെ പല ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡോക്യുമെൻ്റാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഒരു 10-20 ഇമേജ് ഉണ്ട് ഈ ഡോക്യുമെൻറ്റിൽ. അപ്പം ഇങ്ങനെയാണ് ഓരോ ഇമേജസും ഉണ്ടാവുക. ഇതിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്.
ഓക്കെ, അപ്പം നമ്മൾ ഇതൊരു അവർലി ബേസ്ഡ് ജോബ് ആയതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈലിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അവർലി ബേസ്ഡ് ജോബ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിൽ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ അവർലി ബേസ്ഡ് ജോബ് ആയതുകൊണ്ട് തന്നെ ഒരു ടൈം ട്രാക്ക് ചെയ്യാനുള്ള ആപ്പാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ എത്രത്തോളം ജോബ്സ് അവർലി ബേസ്ഡ് ജോബ്സ് ആണോ ചെയ്യുന്നത് ആ ജോബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് യോഗ ട്രാൻസ്ക്രിപ്ഷനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ യോഗ ട്രാൻസ്ക്രിപ്ഷൻ്റെ ജോബ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ യോഗ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അതിൻ്റെ ടൈമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാക്സിമം ഒരു 40 hours-ആണ് അയാൾ എനിക്ക് ക്ലയൻറ്റ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനൊരു 10 hours ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. നമുക്ക് കൂടുതൽ 20-30 hours ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ടൈമർ നമ്മൾ ഓൺ ചെയ്യണം. ഓക്കെ, ടൈമർ ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് മൂവ്മെൻറ്റ്സ് അതേപോലെ കീബോർഡ് മൂവ്മെൻറ്റ്സ് ഇതൊക്കെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അവർ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. കഴിയുന്നതും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നോക്കി ഇവിടെ വ്യൂ വർക്ക് ഡയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ക്യാപ്ചർ ചെയ്ത ആ സ്ക്രീൻഷോട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കും കാണാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റിനും കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമുക്കിവിടെ മെസ്സേജസ് ഉണ്ട്. ആ മെസ്സേജസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലയൻറ്റുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിന് ആ വർക്ക് നമുക്ക് ഇതിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ആ വർക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ അറ്റാച്ച് കൊടുത്തിട്ട് ആ ഡോക്യുമെൻറ്റിനെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം. അപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ്റെ പോലെ നമുക്ക് പേയ്മെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു അവർലി ബേസ്ഡ് ജോബ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു 1 വീക്കിനുള്ളിൽ നമ്മുടെ പേയ്മെൻറ്റ് അപ്രൂവ് ആയിക്കോളും. സോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നത്. ബിഗിനേഴ്സിനൊക്കെ മെയിനായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് എന്ന് പറയുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ഇട്ടപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറേ പേര് ഡൗട്ട് ചോദിച്ചു, കാരണം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇമേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വർക്ക് കിട്ടിക്കോണമെന്നില്ല. കാരണം പല ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. ഇപ്പോൾ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൻ്റെ ഇമേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൻ്റെ ഇമേജ് ഉണ്ടായിരിക്കും, ഇതേപോലെ തന്നെ ലെക്ചർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, പ്ലാൻഡ് നോട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ട്രാൻസ്ക്രിപ്ഷൻസ് കൺവേർട്ട് ചെയ്യാനുള്ള ജോബ്സ് ആയിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പല ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. പക്ഷേ എല്ലാതും ഇതേ മോഡലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇതേപോലെ ഞാൻ പറഞ്ഞു തന്ന ആ രീതി പോലെ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ വർക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനെ നല്ല ഫോർമാറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് ക്ലയൻറ്റിന് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 2-3 വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കില്ലിനനുസരിച്ച് വേറെ എന്തെങ്കിലും ജോബ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ ജോബ്സ് കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. 2 ഓഡിയോയും ഇമേജ് ട്രാൻസ്ക്രിപ്ഷനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.